കാർഷിക രംഗത്തും കലാകായിക സാംസ്കാരിക രംഗങ്ങളിലും എന്നിങ്ങനെ കയ്യെത്താത്ത മേഖലകളിലാണ് സീനത്ത് കോക്കൂരിന്. രാഷ്ട്രീയ രംഗത്തും സജീവമായിരുന്ന സീനത്ത് കോക്കൂർ ഇത്തവണ തിരഞ്ഞെടുപ്പ് ഗോതയിലേക്കും കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. CNTVയുടെ സ്ഥാനാർത്ഥിയോടൊപ്പം എന്ന പരിപാടിയിൽ ഇന്ന് നമുക്കൊപ്പമുള്ള സീനത്ത് കോക്കൂരിന്റെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ നേരിട്ട് തന്നെ ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. ഏതുവരെ ഈ തിരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ? രണ്ടാം റൗണ്ട് അവസാനിച്ചു, മൂന്നാം റൗണ്ട് സ്റ്റാർട്ട് ചെയ്തു. അതിന്റെ തുടക്കം കുറിച്ചിട്ടുണ്ടെന്ന്. എങ്ങനെയുണ്ട് എല്ലാവരുടെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ട്? വലിയ രീതിയിലുള്ള, നമ്മള് ഇത്രയധികം പ്രതീക്ഷിച്ചിട്ടില്ല, വലിയ രീതിയിലുള്ള സപ്പോർട്ട് എല്ലാ ഭാഗത്തുനിന്നും ഉണ്ട്. അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. സന്തോഷം. സേനത്തിനെ പോലുള്ളവർ വരണം. പ്രത്യേകിച്ച് സ്ത്രീ ശാക്തീകരണ രംഗത്ത്, കാർഷിക രംഗത്ത്, കായിക രംഗത്ത്, നമ്മൾ സേവന രംഗത്തും അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ സീനത്തിനെ പോലുള്ളവർ ഇവിടെ ഒരു മെമ്പറായിട്ട് അവരെ കൂടെ ഉണ്ടാവണം എന്നുള്ള രീതിയിൽ പല ഭാഗത്തുനിന്നും വലിയ രീതിയിലുള്ള സപ്പോർട്ടാണുള്ളത്. അപ്പോൾ എത്രാമത്തെ തവണയാണ് നിങ്ങൾ തെരഞ്ഞെടുപ്പ് രംഗത്തെ നേരിടാൻ പോകുന്നത്? നമ്മളിത് രണ്ടാമത്തെ തവണയാണ് ഈ വാർഡിൽ. നമ്മൾ കഴിഞ്ഞ തവണ അത്യാവശ്യം സപ്പോർട്ട് ഉണ്ടായിരുന്നു, പക്ഷെ അതിനുശേഷം അതിനുശേഷമാണ് ശരിക്കും നമ്മളെ രാഷ്ട്രീയം. കാരണം ഓരോ വാർഡിലും ഓരോ വീടുകളിലേക്ക് പോകുമ്പോഴും അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നമ്മൾ അതിനുശേഷം നമ്മൾ ഈ വാർഡിലും പലയിടങ്ങളിലായിട്ട് നമ്മൾ ഇവിടെ സ്ത്രീകളുടെ ഒപ്പം, അതുപോലെ തന്നെ വളരെ പ്രയാസപ്പെടുന്ന ആളുകളുടെ ഒപ്പം നമ്മൾ അന്ന് മുതലേ ഉണ്ട്. അതിൻ്റെ ഒരു തുടർച്ച എന്നാലും അതിൽ ഈ ചാനൽ വളരെ എഫക്റ്റീവായിട്ടുണ്ട്. കാരണം പലയിടങ്ങളിലേക്ക് പോകുമ്പോൾ തെങ്ങ് കയറുന്നതും ട്രാക്ടർ ഓടിക്കുന്നതും അതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങളെ പോലുള്ള ചാനലിൽ കഴിഞ്ഞത് കൊണ്ടായിരിക്കാം. തെങ്ങ് കയറുന്നവളല്ലേ എന്നൊക്കെ പറഞ്ഞ് ട്രാക്ടർ ഓടിക്കുന്നവളല്ലേ, ഞങ്ങളുടെ വോട്ട് ഇത്തവണത്തെ സീനത്തിന് തന്നെ. രാഷ്ട്രീയ രംഗത്തേക്കുള്ള കടന്നുവരവൊക്കെ? രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരച്ചാല് നമ്മള് സ്റ്റാർട്ടിങ്ങില് നമ്മള് സ്ത്രീ കൂട്ടായ്മയിലൂടെ കാർഷിക രംഗത്ത്, പിന്നെ ഒരുപാട് സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളുണ്ട്, സ്ത്രീ പീഡന കേസുകൾ. അപ്പോൾ അതിന് നമുക്കൊരു വ്യക്തി എന്നുള്ള രീതിയിൽ നമുക്ക് ചില അങ്ങനെയാണ് രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരുന്നത്. വളരെ സാധാരണ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് ഇഷ്ടമുണ്ടാവില്ല അല്ലേ. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, സാധാരണക്കാരായ ജനങ്ങൾക്കും അവർക്ക് നമുക്ക് സേവിക്കാൻ പറ്റുന്ന വലിയൊരു പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോമിൻ്റെ എന്താണ് അത് യാഥാർത്ഥ്യമാക്കുന്നത് ഈ ഒരു മെമ്പറൊക്കെ ആയിട്ട് കിട്ടുന്നതിലൂടെയാണ്. അപ്പോൾ തീർച്ചയായും എൻ്റെ ഒരു സ്വപ്നം എന്ന് വെച്ചാൽ ഒരു മാതൃകാ വാർഡാക്കിയിട്ട് ഈ വാർഡിനെ മാറ്റുക എന്നാണ്. കേരളത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന നമുക്കൊരു പ്ലാൻ ഉണ്ട്. നമ്മൾ പ്രകടന പത്രിക പാർട്ടി ഇറക്കിയിട്ടുണ്ട്. അത് അങ്ങനെ പാർട്ടി മാത്രമല്ല, എന്നോടും കൂടി ചോദിച്ച് നമ്മളുടെ കൂടി ഐഡിയകൾ വെച്ചിട്ടാണ് പ്രകടന പത്രിക ഇറക്കിയിട്ടുള്ളത്. അതിലാദ്യം പറഞ്ഞിട്ടുള്ളത് ഭൂരഹിതർ, അതുപോലെ ഭവനരഹിതർ, പിന്നെ കുടിവെള്ളം. ഇപ്പോൾ നമ്മളത് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുക. പലയിടങ്ങളിലുള്ള ആളുകൾ ആ കൊലക്കര ഭാഗത്തുനിന്ന് വീട് മാറി പോവാം. കാരണം എന്താ വെച്ചാൽ അവർക്ക് കുടിവെള്ളമില്ല. ചില ആളുകൾ അവർക്ക് വീട്ടിലേക്ക് ഒരു വാഹനം എത്തിക്കാനുള്ള സൗകര്യമില്ല, അവർ അവിടുന്ന് താമസം മാറിപ്പോ. അപ്പം നമുക്കത് പരിഹരിക്കാൻ കഴിയും എന്നുള്ളത് ഉറച്ച വാഗ്ദാനം നൽകണം. അതോടൊപ്പം തന്നെ സ്ത്രീ ശാക്തീകരണം എന്ന് പറയുമ്പോൾ എന്താ, അപ്പോൾ അവരെ പലതരക്കും പിന്നെ അവരെ വിദ്യാഭ്യാസ രംഗത്ത്, തൊഴിൽ രംഗത്ത്, അങ്ങനെ അവരെ പലതരത്തിലും ഉന്നമനത്തിലേക്ക് എത്തിക്കാൻ സ്ത്രീ ശാക്തീകരണം, അങ്ങനെ ഒരു പ്ലാൻ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് സ്ത്രീ ശാക്തീകരണം. അതോടൊപ്പം തന്നെ നമുക്ക് കായിക രംഗത്ത്, ഇവിടെയുള്ള കുട്ടികളെ ആ ഒരു കായിക രംഗത്ത് ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ സ്പോർട്സ് കൗൺസിൽ അംഗീകരിച്ച 44 ഇനത്തിൽ 4 ഇനം തന്നെ ഞാൻ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. കളരി, കരാട്ടെ, യോഗ, സ്വിമ്മിങ്, ഇത് 4 ഞാൻ ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് അതിൻ്റെ കൂടുതൽ ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു വാർഡിൽ ഒരു പ്ലേയേഴ്സിന് കളിക്കാനായിട്ട് ഒരു കളിസ്ഥലം ഇല്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അവർക്ക് ഉറപ്പ് കൊടുക്കുന്നതാണ്. ഈ ഒരു വാർഡിൽ നമ്മൾ ജയിക്കുകയാണെങ്കിൽ ഒരു കളിസ്ഥലം നിർമ്മിച്ചു കൊടുക്കും. മാത്രമല്ല ഈ വാർഡിൽ 2 അംഗനവാടികളുണ്ട്. ഒരു അംഗനവാടിക്ക് സ്ഥലമുണ്ട്, കെട്ടിടമില്ല, മദ്രസ കെട്ടിടം. വേറൊരു അംഗനവാടി പിന്നെ ജനങ്ങളെല്ലാം പിന്നെ കാശ് പിരിച്ചെടുത്തിട്ട് ഒരു കെട്ടിടം നിർമ്മിച്ച്, പക്ഷേ അവർക്ക് സ്വന്തമായിട്ടുള്ള സ്ഥലത്തിലല്ല. അപ്പോൾ ആ സ്വന്തമായിട്ട് സ്ഥലം കണ്ടെത്തി, നമ്മൾ പറയുന്നത് ജയിക്കുകയാണെങ്കിൽ സ്വന്തമായി സ്ഥലം കണ്ടെത്തി അതിൽ ഒരു ഹൈടെക് ഇന്നൊക്കെ നമ്മൾ ഹൈടെക് രീതിയിലേക്കല്ല. അപ്പോൾ 2 അംഗനവാടികളും ഹൈടെക് രീതിയിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് കഴിയുന്നുള്ള അത് നമ്മൾ ടീമിനോട് ചർച്ച ചെയ്ത് അവരും സ്ഥലം കണ്ടെത്തി അത് ചെയ്തു കൊടുക്കാൻ സന്നദ്ധയാണ്. നെക്സ്റ്റ് എന്താ, അപ്പൊ എന്തായാലും വിജയിക്കുകയാണെങ്കിൽ മാതൃകാ വാർഡാക്കി മാറ്റും തന്നെയാണ് വിശ്വാസം? തീർച്ചയായും. ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ വാർഡിൽ ഒരു ജനസേവന കേന്ദ്രം. അപ്പോൾ ഇവിടെയുള്ള പ്രായമായവർക്ക്, സ്ത്രീകൾക്ക് നമ്മൾ ചങ്ങരംകുളത്തേക്ക് അലങ്കോട് പഞ്ചായത്തിലേക്ക് വരാതെ തന്നെ ഇപ്പോൾ മറ്റു ഫോമുകൾ, അപ്പോൾ അവരെ അതിന് സപ്പോർട്ട് ചെയ്യാൻ ഒരു ഓഫീസ് സെക്രട്ടറിയും ജനസേവന കേന്ദ്രത്തിൽ വെച്ചുകൊണ്ട്
അതിന് തുടക്കം കുറിക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്തായാലും ഇത്തവണത്തെ ഇലക്ഷനിൽ വിജയിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ അല്ലേ? വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നുള്ള ഉറച്ച വിശ്വാസം എന്നിലുണ്ട്. എല്ലാവരുടെയും സപ്പോർട്ട് കൂടി ആകുമ്പോൾ വിശ്വാസം ഇനി ഓരോ വോട്ടും വിലപ്പെട്ടതാണ്. അപ്പൊ എന്നോട് 12ാം വാർഡിലെ വോട്ടർമാരോട് പറയാനുള്ളത്, നിങ്ങൾ എന്നെ ജയിപ്പിക്കുകയാണെങ്കിൽ കേരളത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിൽ ഞാൻ പറയുന്നു, ഒരു വോട്ടാണ് നമുക്ക് ആ ചിഹ്നത്തിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. എൻ്റെ 5 വർഷത്തെ സേവനം ഈ വാർഡിൽ മൊത്തമായിട്ടും രാവും പകലും വ്യത്യാസമില്ലാതെ ഭയമില്ലാതെ അവർക്ക് വേണ്ടി എൻ്റെ ജീവൻ പോലും പണയവെക്കാൻ ഞാൻ തയ്യാറായിക്കൊണ്ട് സേവന രംഗത്ത് തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. ഒരു അധികാരവും ഇല്ലാതെ തന്നെ 4 വീട് ഈ വാർഡിൽ തന്നെ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. 4 കുടിവെള്ള പദ്ധതി, മാസം തോറും ചികിത്സാ സഹായങ്ങൾ, വിദ്യാഭ്യാസ സഹായങ്ങൾ, പിന്നെ സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടി കാർഷിക രംഗത്ത് വളർത്തൽ, അതുപോലെ തന്നെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം തൊഴിലില്ലാത്തവർക്ക് ഓട്ടോറിക്ഷ, അങ്ങനെ ഒരുപാട് ഇത്തരം പ്രവർത്തനങ്ങൾ ഈ വാർഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എൻ്റെ കൂടെ നിങ്ങൾക്കറിയാം, പെൺമിത്ര എന്നൊരു കർഷക സംഘത്തിന് നമ്മൾ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അതും എൻ്റെ പറയുന്നത്, ഓരോ വീട്ടിലും അടുക്കളത്തോട്ടം എന്നുള്ളത് ഞാൻ ചെയ്തു വന്നൊരു കാര്യം. ഈ വാർഡിൽ തന്നെ പലയിടങ്ങളിലേക്കും സൗജന്യമായി വിത്തും വളമൊക്കെ കൊടുത്ത് അവരെ ആ രീതിയിലേക്ക് കൊണ്ടുവന്നു. അതുണ്ടാവും. എൻ്റെ പിന്നിൽ ആ ഒരു ടീം, പെൺമിത്ര എന്ന കർഷക സംഘം മുന്നത്തേക്കാൾ ശക്തിയാർജിച്ച് എൻ്റോടൊപ്പം പ്രചരണത്തിലുണ്ട്. അപ്പം ഞാൻ ഇത്രയും ആർജവത്തോട് ഇത്രയും ധൈര്യത്തോട് പറയുന്ന പിന്നിൽ വലിയ ഒരു ടീം എനിക്ക്. പലരും പറയും, നീ ഒറ്റക്ക് നീ പഞ്ചായത്തിൽ നിന്ന് ഈ പാർട്ടിയിൽ നിന്ന് ജയിച്ചു പോയാൽ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പറയുന്നു, മറ്റു വാർഡുകളിൽ നിന്ന് സർക്കാരിൻ്റെ ആനുകൂല്യം കിട്ടിക്കൊണ്ട് മറ്റു വാർഡുകളിൽ ജയിച്ച് മെമ്പറായി അവരെന്തൊക്കെയാണോ ചെയ്യുന്നത് അതിനേക്കാൾ അപ്പുറം ചെയ്യാൻ പാർട്ടിയുടെ ആളുകളും എന്നോടൊപ്പമുള്ള ടീമുകളും സന്നദ്ധയായിട്ട് എത്ര തന്നെ, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് സമ്പന്നരായ ആളുകളിൽ നിന്ന് കാശ് പിരിച്ചുകൊണ്ട് തന്നെ ഇവിടെയുള്ള വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുന്നുള്ള ഉറച്ച വിശ്വാസം എന്നിലുണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു.